അസൽ നിസ്ര എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് ഡയറക്റ്റ് ചെയ്ത് അതുപോലെ സിനിമാറ്റോഗ്രഫി അതുപോലെ തന്നെ എഡിറ്റിംഗും ചെയ്തിട്ട് മാനോക്കോൾ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് ഹോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഡോക്യുമെന്ററി ആണ് ചാർ ഫുൾ ഹോൺ അവർ ദുനിയ എന്ന് പറയുന്നത്. സംസാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിനോദ് കുമാർ ശുക്ല എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിനെ അവർ പോയിട്ട് മീറ്റ് ചെയ്ത് അവരുമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ ആണ്. ശരിക്കും പറഞ്ഞാൽ ആളുടെ ഒരു പാസ്റ്റ് ലൈഫ്സ് അല്ലെങ്കിൽ ഒരു റൈറ്റിംഗ് പ്രോസസ്സ് അതുപോലെ ഫാമിലിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആളുടെ മോൻ സംസാരിക്കുന്നുണ്ട്. അവരുമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഫിലിം. അതുപോലെ തന്നെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മൂഡാണ് ഈ ഒരു ഡോക്യുമെന്ററി തരുന്നത്. അതിന്റെ ഒരു കളർ ഗ്രേഡിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ സിനിമാറ്റോഗ്രഫി ആണെങ്കിലും അവരുടെ ആ ഷൂട്ട് ചെയ്തേക്കുന്ന തന്നെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു രീതിയിലാണ്. അതെല്ലാം ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആണ് ആള് സംസാരിക്കുന്ന കാര്യം. വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എഗെയിൻ ആൻഡ് എഗെയിൻ ചെയ്യുന്ന ഡെയിലി റുട്ടീൻസ് ആണെങ്കിൽ പോലും നമുക്ക് അതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു എമോഷൻസ് നമുക്ക് ചിലപ്പോൾ കിട്ടുന്നത്. ടൂറിൻ ഹോഴ്സ് എന്ന് പറയുന്നൊരു ഫിലിം ഉണ്ട്. അപ്പോൾ ആ ഒരു സിനിമയിൽ സ്റ്റാർട്ടിങ് മുതൽ പടത്തിന് ഇൻഡ് വരെയും ആ ഒരു ഉരുളക്കിഴങ്ങ് ഒരു വെള്ളത്തിൽ വേവിച്ചിട്ട് അവരത് ഈറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ് ഉണ്ട്, അല്ലെങ്കിൽ അത് കഴിക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. ആ ഒരു പ്രോസസ്സ് ആ ഒരു പടത്തിന്റെ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെയും ആ ഒരു പ്രോസസ്സ് ഒന്നായിരിക്കും. പക്ഷെ നമ്മൾ എന്നും ചെയ്യുന്ന ഒരു റൊട്ടീൻ തന്നെയാണ്. ആ ഉരുളക്കിഴങ്ങ് വേവിക്കുന്നു, അത് കഴിക്കുന്നു, അല്ലെങ്കിൽ ആളുടെ മോളത് എടുത്തുകൊണ്ട് ആൾക്ക് കൊടുക്കുന്നു, അത് കഴിക്കുന്ന ഒരു പ്രോസസ്സ് ഒന്നായിരിക്കും. പക്ഷെ നമുക്കത് ഫീൽ ചെയ്യുന്ന എമോഷൻ ഡിഫറെന്റ് ആയിരിക്കും. എന്ന് പറയുന്ന പോലെ തന്നെ ഡെയിലി റുട്ടീനിൽ ഈ പറയുന്ന പോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രോസസ്സുകളും നമുക്ക് എന്താ പറയുക, നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു എമോഷനോ അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള തോട്ട്സോ ലഭിക്കുമെന്ന് പറയുന്നുണ്ട്. നമ്മുടെ എവരി പേഴ്സൺ ഷുഡ് റൈറ്റ് അറ്റ്ലീസ്റ്റ് വൺ ബുക്ക് എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ ഈ ഒരു ലൈഫ് എന്ന് പറയുന്നത് തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു ഓരോ വ്യക്തികളും അവരുടേതായ ഒരു അറ്റ്ലീസ്റ്റ് ഒരു ഡയറി എങ്കിലും അല്ലെങ്കിൽ അവർക്ക് എന്താണോ ഒരു റൈറ്റിംഗ് അല്ലെങ്കിൽ ഒരു അടുത്ത നെക്സ്റ്റ് ജനറേഷൻ അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ ആയിട്ട് കൊടുക്കാൻ സാധിക്കുന്ന എന്താണോ അത് അറ്റ്ലീസ്റ്റ് ഒരു ബുക്കെങ്കിലും എഴുതണമെന്ന് പറയുന്ന ഒരു ടോണി മോറിസോൺ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് പറയുന്ന ഒരു ഐഡിയ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഡൈ മേ ബി ദ മീനിങ് ഓഫ് ദ ലൈഫ് ബട്ട് വി ഡു ദ ലാംഗ്വേജ് ദാറ്റ് ഈസ് എ മെഷർ ഓഫ് അവർ ലൈഫ് എന്ന് പറയുന്ന ഒരു ഐഡിയ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മരിക്കുന്നുള്ളത് എന്താണെങ്കിലും സത്യമാണ്. അതെനിക്ക് ചെല്ലുമ്പോൾ അതിൻ്റെ ഒരു മീനിങ് അല്ലെങ്കിൽ ഒരു പർപ്പസ്. പക്ഷേ നമ്മുടെ ലൈഫിൻ്റെ ഒരു അതിലുപരി നമ്മൾ വേറെ ആൾക്ക് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ഷെയർ ചെയ്യുക അല്ലെങ്കിൽ ആ പറയുന്ന ഒരു ലാംഗ്വേജ് തന്നെയാണ് ശരിക്കും വളരെ ഇമ്പോർട്ടൻ്റ്, അല്ലെങ്കിൽ ആ ഒരു റൈറ്റിംഗ് തന്നെയാണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതെന്ന് പറയുന്നത്. അതാണ് ഒരു ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് നേരത്തെ അല്ലെങ്കിൽ പാസ്റ്റിൽ ജീവിച്ചിട്ടുള്ള ഓരോ വ്യക്തികളുടെയും എക്സ്പീരിയൻസുകളും അല്ലെങ്കിൽ അവരുടെ ഒരു കളക്റ്റീവ് ഇൻഫർമേഷനും ആ ഒരു ഹിസ്റ്ററിയിലാണ് ശരിക്കും നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അപ്പോൾ ആ ഒരു റൈറ്റിംഗ് അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു വേർഡ്സ് അല്ലെങ്കിൽ ആ ഒരു കാര്യം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന ഒരു വിനോദ് കുമാർ ശുക്ല എന്ന് പറയുന്ന ഒരു റൈറ്ററും പറയുന്ന ഒരു ഐഡിയ ഉണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു ബുക്കിങ്ങിൽ എഴുതുക അല്ലെങ്കിൽ ഒരു ഡയറിയെങ്കിലും എഴുതുക. എന്താണ് നമുക്ക് ഷെയർ ചെയ്യാനുള്ളത് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്ന പല കാര്യങ്ങളും. ഈ പറയുന്ന അച്ഛൻ തന്നെ മോനോട് പറയുന്ന ഒരു ഐഡിയ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുക്ക് എഴുതാൻ പലതവണ മോനോട് പറയുന്നുണ്ട്, പക്ഷേ ആൾക്കൊരു ഇൻട്രസ്റ്റ് ഇല്ലാന്ന് ആൾ ഈ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് ആ ഒരു റൈറ്റിങ്ങിനോട് അത്രയും ഇൻട്രസ്റ്റ് ഇല്ല, അല്ലെങ്കിൽ ആ റൈറ്റിങ്ങിനോട് ആൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നൊരു ഐഡിയാണ്. അതുപോലെ തന്നെയാണ് ഈ പറയുന്നൊരു അറ്റ്ലീസ്റ്റ് ഒരു ബുക്ക് എഴുതുക. അല്ലെങ്കിൽ ടോണി മോറിസോൺ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് പറയുന്നതും വിനോദ് കുമാർ ശുക്ല എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു നെക്സ്റ്റ് ജനറേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഹിസ്റ്ററി നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യാന്ന് പറയുന്ന വിനോദ് കുമാർ ശുക്ല എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ടോണി മോറിസോണും ഉദ്ദേശിക്കും ചിലപ്പോൾ അതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. ആ ഒരു നമ്മൾ മരിക്കുന്നുള്ള സത്യമാണ്, പക്ഷെ നമ്മുടെ ഒരു മെഷർ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് എന്താണെന്നോ അല്ലെങ്കിൽ നമ്മൾ തന്നെ ഓരോ വ്യക്തികളും വളരെ ഇൻഡിപെൻഡൻ്റ് അല്ലേ. ശരിക്കും ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇൻഡിവിജ്വലി ഓരോ വ്യക്തികൾ എടുത്തു കഴിഞ്ഞാലും അവർ കണ്ട ഓരോ കാഴ്ചകൾ, അവർ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന വിഷയങ്ങൾ എത്ര എക്സ്പീരിയൻസ് ഉണ്ടാകും നമ്മൾ അറിയാതെ പോകുന്ന, അല്ലെങ്കിൽ ഓരോ വ്യക്തികൾ മൂലം അല്ലെങ്കിൽ അവർ മരിക്കുന്നതോടുകൂടി അവരിലൂടെ ഇല്ലാതാകുന്ന ഒത്തിരി കാര്യങ്ങൾ. അപ്പം ഈ പറയുന്നൊരു ആർട്ട് ഫോം അല്ലെങ്കിൽ ഈ പറയുന്ന ലിറ്ററേച്ചർ അല്ലെങ്കിൽ ഈ പറയുന്നൊരു വേർഡ് അത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു രേഖപ്പെടുത്തൽ ശരിക്കും പറഞ്ഞാൽ ആ ഒരു നമ്മൾ ലാംഗ്വേജ് എന്ന് പറയുന്നൊരു കാര്യം അല്ലെങ്കിൽ ആ പറയുന്നൊരു വേർഡ്സിന് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നത്. സുസൻ സോൺടാങ് എന്ന് പറയുന്നൊരു റൈറ്റർ പറയുന്നത് പേ അറ്റൻഷൻ ടു ദ വേൾഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു റൈറ്ററും ഈ ഒരു ഫിലിമിലും സംസാരിക്കുന്നതാണ് പേ അറ്റൻഷൻ ടു ദ വേൾഡ്. അതുപോലെ തന്നെ നമ്മുടെ മാനോക്കോൾ എന്ന് പറയുന്നൊരു ആർട്ടിസ്റ്റ് വിനോദ് കുമാർ ശുക്ലയോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ ലൈഫിൽ നിന്നോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ഒക്കെ എക്സ്പീരിയൻസുകളോ അല്ലെങ്കിൽ ആരെക്കുറിച്ചെങ്കിലും ഒക്കെ നമ്മൾ എഴുതാറുണ്ട്. അപ്പോൾ ആ ഒരു എഴുതുന്ന കാര്യം ശരിക്കും പറഞ്ഞാൽ ആ ഒരു പെർമിഷൻ എന്ന് പറയുന്നൊരു കാര്യമാണ്. നമ്മൾ അവരോട് ഒരിക്കലും ഒരു പെർമിഷൻ വാങ്ങിക്കാറില്ലല്ലോ എന്ന് ചോദിക്കുന്ന കാര്യമാണ്. അല്ലെങ്കിൽ നമ്മളൊരു വേറൊരു സ്ഥലത്തെക്കുറിച്ചോ അല്ലെങ്കിൽ വേറൊരു വ്യക്തിയെക്കുറിച്ചോ പർട്ടിക്കുലറായിട്ട് നമ്മളൊരു റൈറ്റിങ്ങോ അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷനോ എടുത്ത് നമ്മുടേതായ രീതിയിൽ നമ്മൾ കൊടുക്കുമ്പോൾ അതിനൊരു പെർമിഷൻ എന്ന് പറയുന്നൊരു കാര്യമുണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മളത് അവിടെ നിന്ന് നമ്മൾ എടുക്കുവാണല്ലോ ഒരു ഐഡിയ. അപ്പം ആ ഒരു ഐഡിയനെ എങ്ങനെയാണ് കാണുന്നതെന്ന് വിനോദ് കുമാർ ശുക്ലയോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ അതിനുള്ളൊരു ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു വിഷനിലൂടെ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു വ്യക്തിയിലൂടെയോ അല്ലെങ്കിൽ നമ്മളൊരു ഇൻസിഡൻറ്റിലൂടെയോ നമ്മളത് കണ്ടിട്ട് നമ്മളാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പം ആ ഒരു കാര്യം അവർ മൂലം നമ്മളിലേക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം
അപ്പോൾ ആൾ പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഇതുണ്ട്. നമ്മൾ ഒരിക്കലും ഒരു പെർമിഷൻ എടുക്കേണ്ട കാര്യമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മൂലം നമുക്കാണ് ആ ഒരു എക്സ്പ്രഷൻ കിട്ടുന്നത്, അല്ലെങ്കിൽ നമ്മളാണത് എക്സ്പ്രസ് ചെയ്യുക മറ്റുള്ള ആളിലോട്ട്. അപ്പം ചിലപ്പോൾ നമ്മളൊരു സ്ഥലത്ത് നടക്കുന്ന ഒരു സംഭവം അല്ലെങ്കിൽ വേറെ ആൾ പറഞ്ഞൊരു കാര്യവും നമ്മളത് കേട്ട് നമ്മളത് വെറുതെ കളയുവാണെങ്കിൽ ആ പറയുന്ന ഒരു കാര്യം ഇല്ല. പക്ഷെ നമ്മളത് കേട്ടിട്ട് ആ ഒരു റൈറ്റർ അല്ലെങ്കിൽ ആ പറയുന്ന ഒരു ആർട്ടിസ്റ്റ് അവരിലൂടെ അത് എക്സ്പ്രസ് ചെയ്യുകയാണ് മറ്റൊരാളിലോട്ട്. അപ്പോൾ അത് നമ്മൾ വേറെ ആളിലോട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് നമ്മൾ തന്നെയാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് നമ്മുടേതാണ്. അപ്പോൾ നമുക്ക് അതിനുള്ളൊരു പെർമിഷൻ എടുക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്ന ഒരു ഐഡിയ പറയുന്നത് അത് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ കാണുന്ന വ്യക്തിയാണ് ശരിക്കും പറഞ്ഞാൽ അത് ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു പോയം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു കഥയായിക്കോട്ടെ, നമ്മളത് വേറൊരു സ്ഥലത്തു നിന്ന് നമ്മളത് കിട്ടി നമ്മളത് എത്രത്തോളം നമ്മളതിനെ എമോട്ട് ചെയ്യുന്നു അത്രത്തോളം നമുക്കത് തിരിച്ച് കൊടുക്കാൻ പറ്റുമെന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം തന്നെ ആ ഒരു ക്രിയേറ്റർ തന്നെയാണ് അത് എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു എക്സ്പ്രസ് ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ് അതിൻ്റെ ഒരു ഓണർഷിപ്പ് എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ അത് അയാൾക്ക് മാത്രം സ്വന്തമായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത്. അത് ഒരു റൈറ്റർ അല്ലെങ്കിൽ ഒരു ക്രിയേറ്റർ അല്ലെങ്കിൽ ആസ് എ റൈറ്റർ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരു റൈറ്റർ ആളുടെ ഒരു ലൈഫിൽ അല്ലെങ്കിൽ ഒരൊറ്റ ബുക്ക് എഴുതുന്നുള്ളൂ അല്ലെങ്കിൽ ഒരൊറ്റ കണ്ടന്റ് എഴുതുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട്. ബാക്കിയെല്ലാം അതിൽ നിന്നുള്ളൊരു എക്സ്റ്റൻഷൻ ആയിരിക്കും, അല്ലെങ്കിൽ അതിൽ നിന്ന് വരുന്നൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള അതിൻ്റെ കോറായിരിക്കും ബാക്കിയുള്ള എല്ലാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റൈറ്ററും പറയുന്നുണ്ട്, ഞാൻ ആ പാസ്റ്റിൽ നിന്നുള്ള അല്ലെങ്കിൽ ഞാൻ എഴുതിയിട്ടുള്ള കഥകളെ പോയംസ് ഇതെല്ലാം ഞാൻ റീവിസിറ്റ് ചെയ്യും, അല്ലെങ്കിൽ അത് ഇടയ്ക്ക് വായിക്കും. അതിൽ നിന്നുള്ള കളക്റ്റീവായിട്ടുള്ള ഇൻഫർമേഷൻ വെച്ചിട്ടാണ് ഞാൻ വീണ്ടും റീക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സന്തോഷ് എച്ചിക്കാന എന്ന് പറയുന്നൊരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ആ ആർട്ടിസ്റ്റും ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഒരു വ്യക്തി അല്ലെങ്കിൽ ആ റൈറ്ററായിട്ട് എടുത്തു കഴിഞ്ഞാൽ തന്നെ ആ ഒരു റൈറ്റർ ഒരു കഥ എഴുതിയിട്ടുള്ളൂ, അതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്താണ് ബാക്കി എല്ലാ സ്റ്റോറീസ് എന്നും ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് സന്തോഷ് എച്ചിക്കാന. എന്ന് പറയുന്ന പോലെ തന്നെ ഈ പറയുന്ന റൈറ്റേഴ്സ് ആയിക്കോട്ടെ ക്രിയേറ്റേഴ്സ് ആയിക്കോട്ടെ അതിൻ്റെ എല്ലാം കോറൊന്നായിരിക്കും. അതിൽ നിന്ന് വരുന്ന എന്താ പറയുക, ഒരു മരത്തിൽ നിന്ന് വന്നിരുന്ന പല ശിഖരങ്ങൾ പോലെ ആയിരിക്കും ചിലപ്പം അവരുടെ പല വർക്കുകളും നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ ഒരു ആർട്ടിസ്റ്റും അതാണ് ശരിക്കും പറഞ്ഞാൽ മീൻ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു ഡോക്യുമെന്റിയുടെ ഏറ്റവും അവസാനം പറയുന്ന ഒരു കോൺവെർസേഷൻ ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എന്താ പറയുക, നമ്മളൊരു ഇപ്പം ഈ പറയുന്ന ഒരു ക്രിയേറ്റ് ചെയ്തൊരു ആർട്ട് വർക്ക് ആയിക്കോട്ടെ, ഇപ്പം ഈ ഒരു വ്യക്തിയുടെ കാലശേഷം അല്ലെങ്കിൽ ലീവ് ഇറ്റ് ബിഹൈൻഡ് എന്ന് പറയുന്ന അതിലുപരി നമ്മളത് മറ്റൊരാളിലോട്ട് കൊടുത്തിട്ട് പോകാന്ന് പറയുന്ന ഒരു ഇതുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂടെ ഉള്ളവരായിക്കോട്ടെ, അല്ലെങ്കിൽ പറയുന്ന ഒരു റൈറ്റിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ബുക്ക് ആണെങ്കിലും എല്ലാ ഒരു മീഡിയത്തിലാണെങ്കിൽ ഇപ്പം പറയുന്ന ഓരോ ക്രിയേറ്റേഴ്സ് ആയിക്കോട്ടെ, ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ അവരിലൂടെ ഉപേക്ഷിച്ചിട്ട് പോകാതെ അത് ലോകത്തിന് തന്നെ കൊടുക്കുകയാണ്. അപ്പോൾ ഈ പറയുന്ന ഒരു വിനോദ് കുമാർ ശുക്ല എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റും മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം അതാണ് ശരിക്കും. നമ്മളത് വെറുതെ നമ്മളൊരു വർക്കോ കാര്യങ്ങളോ നമ്മൾ എന്താ പറയുക, ആൾ ക്രിയേറ്റ് ചെയ്ത ഒരു വർക്ക് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയിലോട്ടോ അല്ലെങ്കിൽ ഒരു ബുക്കായിട്ട് വേറെ ആൾക്കോ ഷെയർ ചെയ്യുമ്പോൾ ആ പറയുന്ന ഒരു വർക്ക് ഇന്നും അവിടെ ഒരു എന്താ പറയുക സ്റ്റേബിൾ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ പറയുന്ന ഒരു വർക്ക് ഇപ്പോൾ ഇതുപോലെ തന്നെ ഫ്രാൻസിസ് കാഫ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ്, ആളുടെ ഒരു ഫ്രണ്ടിന് എൻ്റെ കാലശേഷം ആ ഒരു ബുക്ക് നശിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് അതിനുശേഷം ആ പറയുന്ന ഒരു ഫ്രണ്ടാണ് ഈ പറയുന്ന ഒരു വർക്ക് ലോകത്തിന് കൊടുക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫ്രാൻസിസ് കാഫ്ക എന്ന് പറയുന്ന ഒരാളാണ് അത് ഒരു ഡിസ്ട്രോയ് ചെയ്തിരുന്നത് അല്ലെങ്കിൽ ആ ഒരു കാര്യം നശിപ്പിച്ചിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഈ കാണുന്ന ഒരു അത്ര ആൾക്കാർ ആ ഒരു വ്യക്തിനെ ഇപ്പൊ ലോകം മൊത്തം എന്താ പറയാ ആളെ റീഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു വർക്ക് അത്രയും എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ പറയുന്ന ഒരു ഇതാണ് നമ്മളത് എന്താ പറയാ, ആ ഒരു വ്യക്തി ആ ഒരു വർക്ക് ചിലപ്പം അത് പബ്ലിഷ് ചെയ്തില്ലായിരുന്നെങ്കിൽ ആളോടുകൂടി അത് ഇല്ലാണ്ടായേനെ. ഈ പറയുന്ന ഒരു ഫ്രാൻസിസ് കാഫ എന്ന് പറയുന്ന ഒരു വ്യക്തിനെ നമ്മൾ ചിലപ്പം ഐഡന്റിഫൈ ചെയ്തെന്ന് പോലും വരില്ല. എന്ന് പറയുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വർക്ക്, അല്ലെങ്കിൽ ഈ പറയുന്ന വിനോദ് കുമാർ ശുക്ല ആയിക്കോട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞ സന്തോഷ് എച്ചിക്കാനോ ആയിക്കോട്ടെ, ഇതെല്ലാം നമ്മൾ ഈ പറയുന്ന ഒരു ലോകത്തിലൂടെ അല്ലെങ്കിൽ ഒരാളിൽ നിന്ന് ഒരാളിലൂടെ എന്താ പറയാ ട്രാവൽ ചെയ്തുകൊണ്ടേ ഇരിക്കും എന്ന് പറയുന്ന ഒരു ഐഡിയ ആണ് ഒരു ക്ലൈമാക്സിൽ അവർ കൊടുക്കുന്നത്. വെച്ച് കഴിഞ്ഞാൽ ആ പറയുന്ന ഒരു വർക്ക് ഒരിക്കലും ഇല്ലാണ്ടാവുന്നില്ല. ആ ഒരു വ്യക്തി ഇല്ലാണ്ടായാൽ പോലും ആ പറയുന്ന ആർട്ട് എന്ന് പറയുന്ന ഒരു സാധനം അവിടെ സ്റ്റേബിൾ ആണ്. അല്ലെങ്കിൽ ഞാൻ മൂലം അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു രണ്ടാമതോ മൂന്നാമതോ ഒരു വ്യക്തി മൂലം അതിങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കും എന്ന് പറയുന്ന ഒരു ഐഡിയ ആണ് ശരിക്കും.